والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. عن أبي أمامة الباهلي رضي الله عنه قال: قال رسول الله صلى الله عليه وسلم: من غدا إلى مسجد لا يريد إلا أن يتعلم خيرا أو يعلمه كان له كأجر حاج تاما حجته. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആരെങ്കിലും പള്ളിയിലേക്ക് പുറപ്പെടുകയാണ്, അവന്റെ ഉദ്ദേശം ഒരു ഖൈറ് പഠിക്കണമെന്നത് മാത്രമാണ്, ഒരു നന്മ പഠിക്കണം, അതല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി ഒരാൾ പള്ളിയിലേക്ക് പുറപ്പെടുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അവന് പരിപൂർണമായ ഒരു ഹജ്ജ് നിർവഹിച്ചവന്റെ പ്രതിഫലം അവന് രേഖപ്പെടുത്തുന്നതാണ് എന്ന് അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പള്ളിയിലേക്ക് വരുന്ന ആളുകൾ, ഇൽമിന്റെ സദസ്സിലേക്ക് വരുന്ന ആളുകൾ ഈ ഒരു നിയ്യത്ത് കൂടി അവർ കരുതുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വലിയ പ്രതിഫലമാണ് അവർക്ക് ലഭിക്കാനിരിക്കുന്നത്. നാം ഓരോരുത്തരും ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൽമു പഠിക്കുക എന്നത്, അറിവ് അന്വേഷിക്കുക എന്നത് അതൊരു ഇബാദത്താണ്. നാം ചെലവഴിക്കുന്ന ഓരോ നിമിഷവും അത് ഇബാദത്തിലാണ്. നാം നമസ്കാരവും നോമ്പും അതെങ്ങനെ ഇബാദത്താണോ അതുപോലെ ഇൽമു പഠിക്കുക, ഖുർആൻ പഠിക്കുക, ആയത്ത് പഠിക്കുക, അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക, പഠിക്കുക എന്നതെല്ലാം അതൊരു ഇബാദത്താണ് എന്ന കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഇൻഷാ അള്ളാഹ് നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അഖീദയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. വിശ്വാസ കാര്യങ്ങളുമായി അതുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന കാര്യങ്ങൾ പറയുന്ന ഒരു കവിതയാണ് നാം വിശദീകരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ബാദിറൂ ബിൽ അഅമാലി ഫിതനൻ. ഫിത്നകളുടെ കാലഘട്ടത്തിൽ, ഫിത്നകൾ ഉടലെടുക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ സൽക്കർമ്മങ്ങളിലേക്ക് മുന്നേറുക, അതിലേക്ക് ധൃതിപ്പെട്ടുകൊള്ളുക. എന്നിട്ട് പറയുന്നു, കഖിതഇൽ ലൈലിൽ മുദ്ലിം. ഫിത്നകൾ എന്ന് പറയുന്നത് അതിന്റെ ഉപമ എങ്ങനെയാണ്? ഒരു ഇരുട്ട് കുത്തിയ രാത്രി പോലെയാണ്. ചന്ദ്രനോ നക്ഷത്രങ്ങളോ ഒന്നുമില്ലാത്ത ഇരുട്ട് കുത്തിയ രാത്രിയുടെ അവസ്ഥ എങ്ങനെയായിരിക്കും? അതുപോലെയാണ് ഫിത്നകൾ ഉണ്ടാവുക. സത്യവും അസത്യവും വേർതിരിച്ചറിയാൻ പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടം അത് കടന്നു വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് മുന്നറിയിപ്പ് നൽകുകയാണ്. എന്നിട്ട് പറഞ്ഞു, യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറ. രാവിലെ മുഅ്മിനായവൻ വൈകുന്നേരമാകുമ്പോഴേക്കും കാഫിറാകുന്ന ഒരു അവസ്ഥ. അതുപോലെ തന്നെ ഔ യുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ. വൈകുന്നേരം മുഅ്മിനായവൻ നേരം പുലരുമ്പോഴേക്കും അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവനായ അങ്ങനെയുള്ള ഒരു അവസ്ഥ വരുന്നതാണ്. യബീഉ ദീനഹു ബിഅറദിൻ മിനദ് ദുനിയ. ദുനിയാവിന്റെ തുച്ഛമായ വിഭവങ്ങൾക്ക് വേണ്ടി ദീനിനെ വിൽക്കപ്പെടുന്ന ഒരു കാലഘട്ടം വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസം കഴിയും തോറും, ഓരോ വർഷങ്ങൾ കഴിയും തോറും ദീനിന്റെ വിഷയത്തിൽ ഫിത്നകൾ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു 10 കൊല്ലം മുമ്പോട്ടൊന്ന് നാം സഞ്ചരിച്ചു നോക്കുക. ആ 10 കൊല്ലം മുൻപ് നാം കരുതിയിരുന്ന പലതും ആളുകൾ പറയില്ല, ആളുകൾ ഇതൊന്നും മാറ്റിപ്പറയില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും ഇന്ന് മാറ്റിപ്പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ലോകം നിയന്ത്രിക്കുന്നത് ആരാണ്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. നിഅമത്തുകൾ നൽകുന്നവൻ ആരാണ്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. രാവിനെ പകലാക്കുന്നതും പകലിനെ രാവാക്കി മാറ്റുന്നതും അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഇതെല്ലാവരും അംഗീകരിച്ചിരുന്ന കാര്യമായിരുന്നു. ഇതൊന്നും ഒരാളും മാറ്റിപ്പറയില്ല എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും കരുതിയത്. പക്ഷേ ഇന്നിതാ ചില ആളുകൾ അവർ ഇസ്ലാമിന്റെ വേഷത്തിൽ അവർ കടന്നു വരികയാണ്. അവർ സമാധാനത്തിന്റെ, സ്നേഹത്തിന്റെ പേര് പറഞ്ഞ്
അവർ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർ പഠിപ്പിക്കുന്നത് എന്താണ്? ഔലിയാക്കന്മാർ അവരാണ് ലോകം നിയന്ത്രിക്കുന്നത്, അള്ളാഹു അവരെ അത് ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങളും അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളർന്നു വരുന്ന നമ്മുടെ തലമുറയിലെ കുട്ടികൾ, അവർക്ക് നാം ദീനിന്റെ അടിസ്ഥാന പാഠങ്ങൾ അത് നാം വീണ്ടും വീണ്ടും പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. മൻ റബ്ബുക, മാ ദീനുക, മൻ നബിയുക, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അധ്യാപനങ്ങളുണ്ട്. അപ്പം ചില ആളുകൾ ചോദിക്കും, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ? എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. പക്ഷേ ഒരു 10 കൊല്ലം കഴിയുമ്പോൾ ഇതിനെയും നിഷേധിക്കുന്ന, ഇതിനെയും തള്ളുന്ന ആളുകൾ അവരെ ചിലപ്പോൾ കണ്ടുമുട്ടേണ്ടി വന്നേക്കാം. അതുകൊണ്ട് ദീനിന്റെ ഉസൂലുകൾ, അതിൻ്റെ അഖീദ പഠിപ്പിക്കുന്ന അടിസ്ഥാനങ്ങൾ അതൊരിക്കലും നാം കൈവിടാൻ പാടില്ല. എപ്പോഴും ഒന്ന് കഴിഞ്ഞാൽ മറ്റൊരു കിതാബ് അത് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അത് അഖീദ പഠിക്കുന്ന ആളുകൾ അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകൾ പരിശോധിച്ചാൽ ഈ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്. അവിടുന്ന് മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ യമനിലേക്ക് ഇസ്ലാമിന്റെ പ്രബോധനവുമായി അദ്ദേഹത്തെ പറഞ്ഞയക്കുകയാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ചെല്ലുന്നത് അഹ്ലു കിതാബിൽപ്പെട്ട ആളുകളിലേക്കാണ്. എന്നിട്ട് റസൂലുള്ളാഹി അദ്ദേഹത്തോട് പറയുകയാണ്, ഫൽയകുൻ അവ്വല മാ തദ്ഊഹും ഇലൈഹി അവ്വല മാ തദ്ഊഹും ഇലാ ഷഹാദതി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. മറ്റൊരു റിവായത്തിൽ കാണാം, ഇലാ അൻ യുവഹിദുല്ലാഹ തആല. നീ ആദ്യമായി അവരെ ക്ഷണിക്കേണ്ടത് അത് തൗഹീദിലേക്കാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കാണ്. എന്നിട്ട് പറയുന്നു, ഫഇദാ അറഫൂ ദാലിക്, അവരത് മനസ്സിലാക്കിയാൽ, അവരത് ഉൾക്കൊണ്ടാൽ, അവരത് പഠിച്ചു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യുക? ഫഅഖ്ബിർഹും അന്നല്ലാഹ ഫറള അലൈഹിം 5 സ്വലവാത്തിൻ ഫീ യൗമിഹിം വലൈലതിഹിം. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു ദിവസം നിങ്ങളുടെ മേൽ 5 നേരം നിർബന്ധ നമസ്കാരങ്ങൾ നിങ്ങളുടെ മേൽ നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന കാര്യം പിന്നീട് നീ അവരെ അറിയിച്ചു കൊള്ളുക. അപ്പോൾ ആദ്യം അറിയിക്കേണ്ടത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്, തൗഹീദിലേക്കാണ് ആദ്യമായിട്ട് ജനങ്ങളെ ക്ഷണിക്കേണ്ടത്. കാരണം വിശ്വാസം ശരിയല്ലെങ്കിൽ, അവരുടെ അടിത്തറ ശരിയല്ലെങ്കിൽ എത്ര തന്നെ അമലുകൾ ചെയ്തതുകൊണ്ടും അത് അല്ലാഹുവിന്റെ പക്കൽ സ്വീകരിക്കുകയില്ല, പരലോകത്ത് അതിന് ഉപകാരമുണ്ടാവുകയില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനമായ ഈ ഒരു കാര്യം, അഖീദക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ശൈലിയാണ് നമ്മുടെ പ്രബോധനത്തിലും ഉണ്ടാകേണ്ടത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, നബിയോട് പറയുകയാണ്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബിയെ, താങ്കൾ എന്ത് പഠിക്കുക? ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കുക. ഈ ആയത്ത് എപ്പോഴാണ് ഇറങ്ങുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നീണ്ട 13 കൊല്ലം മക്കയിൽ ശത്രുക്കളുടെ പീഡനങ്ങൾ സഹിച്ച് അവിടുന്ന് തൗഹീദിനു വേണ്ടി അങ്ങേയറ്റം പ്രയാസപ്പെട്ട് മദീനയിലേക്ക് ഹിജ്റ വന്നതിന് ശേഷമാണ് അള്ളാഹു വീണ്ടും പറയുന്നു, റസൂലെ, താങ്കൾ എന്ത് പഠിക്കുക? ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയണം, അത് മനസ്സിലാക്കണമെന്ന് റസൂലിനോട് അള്ളാഹു സുബ്ഹാനഹു വതആല വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. അതുകൊണ്ട് നാം ഓരോരുത്തരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന, വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്ന കവിത അൽ ഖസീദത്തുൽ ലാമിയ ലിശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ്. ഇമാം ഇബ്നു തൈമിയ റഹിമഹുള്ളയുടെ കവിതയാണ് നാം വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇമാം ഇബ്നു തൈമിയ നമുക്കെല്ലാവർക്കും പരിചയമുള്ള വലിയ ഇമാമാണ്. ഹിജ്റ 661 അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് അബുൽ അബ്ബാസ് അഹ്മദ് ബിൻ അബ്ദുൽ ഹലീം ബിൻ അബ്ദുസ്സലാം ഇബ്നു തൈമിയ്യത്ത് അൽ ഹർറാനി എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണമായ നാമം. ഹിജ്റ 661 അദ്ദേഹം ജനിക്കുകയാണ്. ഇൽമു കൊണ്ടും ജിഹാദ് കൊണ്ടും അദ്ദേഹത്തിന്റെ ജീവിതം അത് ധന്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇൽമിൽ വ്യാപൃതനായതിനാൽ, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിൽ മുഴുകിയതിനാൽ അദ്ദേഹം വിവാഹം കഴിക്കാൻ മറന്നുപോയി. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിന് സമയം ലഭിച്ചിരുന്നില്ല എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തിയ പണ്ഡിതന്മാർ സാക്ഷ്യപ്പെടുത്തിയതായി കാണാം. അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല, പക്ഷേ അദ്ദേഹം ഇൽമിനു വേണ്ടി തന്റെ സമയവും ആയുസ്സുമെല്ലാം മാറ്റിവെച്ച വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ 500ഓളം വാള്യങ്ങൾ വരുന്ന ഗ്രന്ഥങ്ങൾ അദ്ദേഹം ഈ ഉമ്മത്തിനു വേണ്ടി വിട്ടേച്ചു പോയിട്ടുണ്ട്. അത് വായിച്ച് തീർക്കാൻ പോലും നമ്മുടെ ആയുസ് കൊണ്ട് കഴിയില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അത്രയും ഇൽമിനു വേണ്ടി ത്യാഗങ്ങൾ ചെയ്ത വലിയ പണ്ഡിതനാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ്. തന്റെ 19ാമത്തെ വയസ്സിൽ
18ാമത്തെ വയസ്സിൽ അദ്ദേഹം ജനങ്ങൾക്ക് ഫത്വ കൊടുക്കുമായിരുന്നു. അത്രയും ചെറുപ്പത്തിൽ തന്നെ ഇൽമ് കരസ്ഥമാക്കിയ വലിയ പണ്ഡിതനാണ്. അതോടൊപ്പം അദ്ദേഹം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ഒരു ആബിദുമായിരുന്നു. അദ്ദേഹം അവസാന കാലത്ത് ജയിലിൽ അടക്കപ്പെടുകയുണ്ടായി. പലതവണ ജയിലിൽ അടക്കപ്പെട്ടു. അങ്ങനെ അവസാന തവണ അദ്ദേഹം ജയിലിൽ അടക്കപ്പെട്ട സമയത്ത് അദ്ദേഹം 81 തവണ ഖുർആൻ ഖത്മ് ചെയ്തതായി അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതായി നമുക്ക് കാണാം. ഹിജ്റ 728 അദ്ദേഹം മരണപ്പെടുന്നത്. മരണപ്പെടുമ്പോൾ 67 വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം. ഈ കവിത അത് 16 വരികളാണുള്ളത്. 16 വരികൾ. നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് അത് വായിച്ചു തീർക്കാൻ കഴിയും. പക്ഷെ നാം ഉദ്ദേശിക്കുന്നത് അതല്ല, മറിച്ച് ആ കവിതയിൽ നിന്ന് നമുക്ക് ലഭിക്കാനുള്ള പാഠങ്ങൾ, അഹ്ലുസുന്ന വൽ ജമാഅയുടെ അതിന്റെ ഉസൂലുകൾ, അടിസ്ഥാനങ്ങൾ, വിശ്വാസകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അത് വിശദീകരിക്കുക എന്നതാണ് ഇൻഷാ അള്ളാഹ് നാം ഉദ്ദേശിക്കുന്നത്. കവിതയുടെ പേര് അൽ-ലാമിയ എന്നാണ്. എന്തുകൊണ്ടായിരിക്കും ലാമിയ എന്ന് പേര് വരാൻ കാരണം? എന്താ? ആ കവിതയിലെ ഓരോ വരികളും അവസാനിക്കുന്നത് ലാം എന്ന അക്ഷരത്തിലാണ്. ഇമാം ഇബ്നുൽ ഖയ്യിമിന് നൂനിയയുണ്ട്, നൂനിയ. അപ്പോൾ ആ വരികൾ ഏതക്ഷരത്തിലായിരിക്കും അവസാനിക്കുക? നൂനിലായിരിക്കും. അതുപോലെ ഇബ്നു അബി ദാവൂദ് റഹിമഹുള്ള അദ്ദേഹത്തിന് എന്തുണ്ട്? അൽ ഹാഇയ. എല്ലാ കവിതയുടെ ഓരോ വരികളും അവസാനിക്കുന്നത് ഹ എന്ന അക്ഷരത്തിലായിരിക്കും. അതുകൊണ്ട് അതിലേക്ക് ചേർത്തുകൊണ്ടാണ് അൽ ഖസീദത്തു അൽ-ലാമിയ എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നത്. അതിലെ ഒന്നാമത്തെ വരിയാണ് നാം ആദ്യമായി വിശദീകരിക്കുന്നത്. ശൈഖ് റഹിമഹുള്ള, ഇമാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, യാ സായിലി അൻ മദ്ഹബി വഅഖീദതി റുസിഖൽ ഹുദാ മൻ ലിൽ ഹിദായതി യസ്അലു. ഈ കവിത മനപ്പാഠമാക്കാൻ കഴിയുന്ന ആളുകൾ, കുട്ടികൾ, അവരെന്ത് ചെയ്യണം? അത് മനപ്പാഠമാക്കേണ്ടതുണ്ട്. വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു കവിതയാണ്. അദ്ദേഹം പറയുകയാണ്, യാ സായിലി. അറബിയിൽ യാ എന്ന് വിളിക്കുക എപ്പോഴാണ്? ഒരാളെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് യാ എന്ന് വിളിക്കുക. അപ്പൊ യാ സായിലി, എന്നോട് ചോദിച്ചവനെ. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഈ കവിത ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ തീരുമാനപ്രകാരം, സ്വയം തീരുമാനപ്രകാരം എഴുതിയതല്ല, മറിച്ച് അദ്ദേഹത്തോട് ആരോ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അഖീദയെക്കുറിച്ച്, വിശ്വാസകാര്യങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ നിലപാടിനെ കുറിച്ച് ആരോ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യത്തിനുള്ള മറുപടിയായിക്കൊണ്ടാണ് അദ്ദേഹം ഈ ഉത്തരം ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഒരു വ്യക്തി ഒരു ഇൽമിനെ കുറിച്ച് ചോദിക്കപ്പെട്ടു, അവനതറിയാം എങ്കിൽ അവൻ എന്ത് ചെയ്യാൻ പാടില്ല? അത് മറച്ചു വെക്കാൻ പാടില്ല. അത് പറഞ്ഞു കൊടുക്കാതെ അത് മറച്ചു വെക്കരുത്. എന്തെങ്കിലുമൊക്കെ മസ്ലഹത്തുണ്ടെങ്കിൽ മറച്ചു വെക്കാമെന്നതല്ലാതെ പൊതുവെ എന്താക്കരുത്? അത് മറച്ചു വെക്കാൻ പാടില്ല എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സുഇല അൻ ഇൽമിൻ, ആരെങ്കിലും ഒരു വിജ്ഞാനത്തെക്കുറിച്ച്, ഒരു ഇൽമിനെ കുറിച്ച് ചോദിക്കപ്പെട്ടു, ഫകതമഹു, അവനത് മറച്ചു വെച്ചു, അവനതറിയാം എന്നിട്ടും അവൻ മറച്ചു വെക്കുകയാണ്, അൽജമഹു അല്ലാഹു ബിലിജാമിൻ മിൻ നാരിൻ യൗമൽ ഖിയാമ, അല്ലാഹു സുബ്ഹാനഹു വതആല ഖിയാമത്ത് നാളിൽ അവന്റെ വായയെ ഒരു അഗ്നിയുടെ കടിഞ്ഞാൺ കൊണ്ട് പിടിച്ചു കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതായി കാണാം, എങ്ങനെയാണ് ഇൽമു മറച്ചു വെക്കുക എന്നുള്ളത്. അതിന് 2 രൂപമാണുള്ളത്. ഒന്ന്, ഒരാൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാതിരിക്കുക, അറിയുന്ന കാര്യമായിട്ടും അതിന് ഉത്തരം കൊടുക്കാതിരിക്കുക. രണ്ടാമത്തൊന്നുണ്ട്, ജനങ്ങൾ അവർ അജ്ഞതയിലാണ്, അവർ ഇൽമില്ലാത്ത അവസ്ഥയിലാണ്, അവർക്ക് നമസ്കാരം അറിയില്ല, നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ അറിയില്ല, സക്കാത്ത് അറിയില്ല, സക്കാത്തിന്റെ ഓഹരി എത്രയാണ്, അതുപോലെ നോമ്പിന്റെ വിധിവിലക്കുകൾ അറിയില്ല, അതുപോലെ അവർക്ക് നിർബന്ധമായ കാര്യങ്ങളെക്കുറിച്ചൊന്നും അവർക്കറിയില്ല എന്ന് ബോധ്യമുണ്ടായിട്ടും അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാതിരിക്കുക. അതും എന്താണ്? ഇൽമ് മറച്ചു വെക്കലാണ്. അപ്പൊ ചോദിക്കപ്പെടുമ്പോൾ മാത്രമല്ല, ജനങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് അതൊന്നും പറയാതെ മറച്ചു വെക്കുക എന്നുള്ളതും അതും ഇൽമു മറച്ചു വെക്കുന്നതിന്റെ ഒരു ഭാഗമാണ് എന്ന് ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരാളോട് ഒരു ഇൽമിനെ കുറിച്ച് ചോദിക്കപ്പെട്ടു, അദ്ദേഹത്തിന് അതറിയാം, അതുപോലെ തന്നെ അതറിയുന്ന മറ്റാളുകളും അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്, സദസ്സിലുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിലാരെങ്കിലും ഒരാൾ മറുപടി പറഞ്ഞാൽ മതി. അതാണ് സഹാബത്തിനെ കുറിച്ച് മഹാനായ ഇബ്നു അബി ലൈല അദ്ദേഹം പറയുകയാണ്,
അദ്റക്തു 20 و100 من الأنصار من أصحاب رسول الله صلى الله عليه وسلم 120ഓളം സഹാബത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ആരാണ് പറയുന്നത്? താബിഈയായ ഇബ്നു അബീ ലൈലയാണ് പറയുന്നത്. ഇത് പറയുന്നു, യുസ്അലു അഹദുഹും അനിൽ മസ്അല, ആ സഹാബത്തിനോട് ദീനിന്റെ വിഷയത്തെക്കുറിച്ച് ഒരു ചോദ്യം ചോദിക്കപ്പെട്ടാൽ ഫയറുദ്ദുഹാ ഹാദാ ഇലാ ഹാദാ, അവരിൽ ഒരാൾ ആ ചോദ്യം അടുത്ത ആളിലേക്ക് മടക്കും. അങ്ങനെ ഓരോ ആളുകളും ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ മറ്റുള്ള ആളുകളിലേക്ക് മടക്കുകയാണ്. എന്നിട്ടോ ഹത്താ തർജിഅ ഇലൽ അവ്വൽ, ആരോടാണോ ആദ്യം ചോദിക്കപ്പെട്ടത് അയാളിലേക്ക് തന്നെ ആ ചോദ്യം വീണ്ടും മടങ്ങിയെത്തുന്നതാണ്. കാരണം എന്താണ്? അവർ ദീനിന്റെ വിഷയത്തിൽ സംസാരിക്കാൻ അങ്ങേയറ്റം ഭയപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ അറിവുള്ള ധാരാളം ആളുകളുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരാൾ മറുപടി പറഞ്ഞാൽ അത് മതിയാകുന്നതാണ് എന്നും നമുക്ക് ഇത്തരം സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അടുത്തതായി ഇതിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അസ്സുആലു ലഹു ഇദ്ദതു അൻവാ. ചോദ്യം എന്നുള്ളത് അത് പല രൂപത്തിലുള്ള ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം എന്താണ്? സുആലുൽ ഇസ്തിഫ്ഹാമി വൽ ഇസ്തിഅലാം. പഠിക്കണം, എനിക്ക് ഹിദായത്ത് ലഭിക്കണം, എനിക്ക് ഇൽമ് ലഭിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി ചോദിക്കുക, അതാണ് ഒന്നാമത്തെ ഇനം. അപ്പോൾ അങ്ങനെ ചോദിക്കണം. അതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, ഫസ്അലു അഹ്ലദ്ദിക്ർ, നിങ്ങൾ അഹ്ലുദ്ദിക്റിനോട് ചോദിക്കുക. എന്താണ് അഹ്ലുദ്ദിക്ർ എന്ന് പറഞ്ഞാൽ? ഉലമാഉൽ കിതാബി വസ്സുന്ന, സുന്നത്തിന്റെയും അതുപോലെ ഖുർആനിന്റെയും ഒക്കെ പണ്ഡിതന്മാർ. എന്നാൽ സൂഫികൾ എന്ത് പറയും? അഹ്ലുദ്ദിക്ർ എന്ന് പറഞ്ഞാൽ ദിക്ർ ചെല്ലുന്നവർ. അതല്ല, ഉദ്ദേശം എന്താണ്? പണ്ഡിതന്മാരാണ്. ഇൽമ്, ഖുർആനിന്റെയും സുന്നത്തിന്റെയും അറിവുള്ള ആളുകൾ, അവരോട് നിങ്ങൾ ചോദിക്കുക. ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ. അതാണ് ഒന്നാമത്തെ ഇനം. രണ്ടാമത്തേത് സുആലുൽ ഇംതിഹാൻ. ഒരു അധ്യാപകൻ തന്റെ കുട്ടികളോട് ചോദ്യങ്ങൾ ചോദിക്കും, അവരെ പരീക്ഷിക്കുന്നതിന് വേണ്ടി. സുആലുൽ ഇംതിഹാൻ, പരീക്ഷയുടെ രൂപത്തിൽ ചോദ്യങ്ങൾ ചോദിക്കും. അതുപോലെ തന്നെ സുആലു തഅലീം, പഠിക്കുന്നതിന് വേണ്ടി ചോദിക്കും. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഹദീസ് നമുക്കറിയാം. ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യരൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് നബിയോട് ചോദിക്കുകയാണ്, മൽ ഇസ്ലാം, ഇസ്ലാം എന്താണ്? അതുപോലെ ഈമാൻ എന്താണ്? ഇഹ്സാൻ എന്താണ്? ഇതൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാമിന് അറിയുന്ന കാര്യമാണ്. പക്ഷെ ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ ചോദിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അവിടെ ഒരുമിച്ച് കൂടിയ ആളുകൾക്ക് അത് പഠിക്കുന്നതിന് വേണ്ടി, അവർക്കത് ആ ഇൽമ് ലഭിക്കുന്നതിന് വേണ്ടി. നാലാമത്തെ ഒരു ഇനമുണ്ട്. ഏതാണ്? സുആലു തനത്തുഇ വത്തഅന്നുത്. അനാവശ്യമായ ചോദ്യങ്ങൾ, അതിരുകടന്ന ചോദ്യങ്ങൾ, ഒരാളെ പരിഹസിക്കുന്നതിന് വേണ്ടി, അതുപോലെയുള്ള ലക്ഷ്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള അനാവശ്യമായ ചോദ്യങ്ങൾ, അതെന്താണ്? ചോദിക്കാൻ പാടില്ല. മുശ്രിക്കുകളായ ആളുകൾ അവർ നബിയോട് ചോദിച്ചതായി കാണാം. ഖാലു വമർ റഹ്മാൻ, ആരാണ് റഹ്മാൻ? അവർക്കറിയായിട്ടല്ല, മറിച്ച് അവർ കളിയാക്കുകയാണ്, പരിഹസിക്കുകയാണ്. അതുപോലെ തന്നെ മൂസ അലൈഹിസ്സലാമിനോട് ഫിർഔൻ ചോദിച്ചു, വമാ റബ്ബുൽ ആലമീൻ, ആരാണ് റബ്ബുൽ ആലമീൻ? ഫിർഔനിനെ അറിയാനിട്ടല്ല, മറിച്ച് കളിയാക്കുകയാണ്. അനാവശ്യമായ ദുർവാശിയുടെ ചോദ്യങ്ങളാണത്. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കാൻ പാടില്ല ഒരിക്കൽ. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ അവർ ചോദ്യങ്ങൾ, വിലക്കപ്പെട്ട ചില ചോദ്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് പറഞ്ഞതായി കാണാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? അസ്സുആലു അനിൽ മുഗയ്യബാത്ത് അല്ലതി സകത അശ്ശാരിഉ അൻ ബയാനിഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൈബിയായ പല കാര്യങ്ങളുമുണ്ട്, നമുക്ക് അറിയിച്ചു തരാതെ മറച്ചു വെച്ച പല കാര്യങ്ങളുമുണ്ട്. അതിനെക്കുറിച്ച് ചോദിക്കുക, അതെന്താണ്? അത് പാടില്ല. നമ്മൾ എന്താക്കണം? അള്ളാഹുവും റസൂലും എന്താണോ അറിയിച്ചു തന്നത് അവിടെ നിൽക്കുക, അതിനപ്പുറമായി നാം ചോദിക്കാൻ പാടില്ല. ഒരിക്കൽ ഒരു വ്യക്തി റസൂലിന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് റസൂലിനോട് ചോദിച്ചു, മതസ്സാഅ, റസൂലെ എപ്പോഴാണ് അന്ത്യനാൾ സംഭവിക്കുക? അതിന്റെ സമയം എപ്പോഴാണ്? അപ്പോൾ അന്ത്യനാൾ സംഭവിക്കുന്നത് അത് ഗൈബിയായ കാര്യമാണ്, അതാർക്ക് മാത്രമേ അറിയുകയുള്ളൂ? അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമേ അറിയുകയുള്ളൂ. അദ്ദേഹം അങ്ങനെ ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, മാ അഅദത്ത ലഹ, നീ ആ ദിനത്തിനു വേണ്ടി നീ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? അപ്പോൾ ഈ ചോദ്യം എന്താണ്? അത് ഗൈബിയായ കാര്യമാണ്. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി ആ ചോദ്യത്തെ വഴിതിരിച്ചു വിടുകയാണ്. അതാണ് അള്ളാഹുവിന്റെ സിഫാത്തുകൾ, അള്ളാഹുവിന്റെ
അസ്മാകളും സിഫാത്തുകളുമുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ സിഫാത്തുകളുടെ രൂപം ചോദിക്കുക എന്നുള്ളത് അത് ഈ ഇനത്തിൽപ്പെടുന്നതാണ്. അള്ളാഹുവിന് ധാരാളം സിഫാത്തുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ കോപിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല രാത്രിയുടെ 1/3 അതിൻ്റെ അവസാന ഭാഗത്ത് ഭൂമിയോടടുത്ത ആകാശത്തേക്ക് ഇറങ്ങി വരും. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അർശിന്റെ മീതെ അവൻ ഇസ്തിവാ ചെയ്തിരിക്കുന്നു. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. അപ്പോൾ അതിൻ്റെ രൂപം ചോദിക്കാൻ പറ്റുമോ? അള്ളാഹു എങ്ങനെയാണ് ഇറങ്ങുക, അള്ളാഹു എങ്ങനെയാണ് ഇസ്തിവാ ചെയ്യുക, ഇതൊന്നും ചോദിക്കാൻ പാടില്ല. ഇതൊക്കെ വിലക്കപ്പെട്ട ചോദ്യമാണ്. ഗൈബിയായ കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യം അതെന്താക്കണം, നാം ചോദിക്കരുത്. അതാണ് ഇമാം മാലിക് റഹിമഹുള്ള അദ്ദേഹത്തോട് ഒരാൾ ചോദിക്കുകയാണ്, കൈഫ ഇസ്തവല്ലാഹു അലൽ അർശ്, അള്ളാഹു അർശിൽ എങ്ങനെയാണ് ഇസ്തിവാ ചെയ്തിരിക്കുന്നത്, അതിൻ്റെ രൂപം എങ്ങനെയാണ്? അദ്ദേഹം കുറേ നേരം തല താഴ്ത്തിയിരുന്നു. അദ്ദേഹം വിയർപ്പിൽ മുങ്ങിക്കുളിച്ചു എന്നാണ് അദ്ദേഹത്തിന് ആ ചോദ്യത്തിൻ്റെ ഗൗരവത്താൽ. എന്നിട്ട് അദ്ദേഹം തല പൊന്തിച്ചിട്ട് പറഞ്ഞു, അലിസ്തിവാഉ മഅലൂമുൻ, ഇസ്തിവ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അറബി ഭാഷയിൽ അറിയപ്പെട്ട കാര്യമാണ്. അതിൻ്റെ അർത്ഥം അറിയപ്പെട്ടതാണ്. വൽ കൈഫു മജ്ഹൂലുൻ, എന്നാൽ അതിൻ്റെ രൂപമോ അത് റസൂലുള്ളാഹി നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല. അള്ളാഹു ഇസ്തിവാ ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ഇസ്തിവാ തന്നെയാണ്, പക്ഷെ അതിൻ്റെ രൂപം എങ്ങനെയാണ് എന്ന് നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല. വൽ ഈമാനു ബിഹി വാജിബുൻ, അത് ഇസ്തിവാ അത് വിശ്വസിക്കുക എന്നുള്ളത് അത് വാജിബാണ്. വസ്സുആലു അൻഹു ബിദ്അത്തുൻ, അതിനെക്കുറിച്ച് ആ രൂപത്തെക്കുറിച്ച് ചോദിക്കുക എന്നുള്ളത് അത് ബിദ്അത്താണ് എന്ന് ഇമാം മാലിക് റഹിമഹുള്ള അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. ഇതുപോലെ തന്നെയാണ് അള്ളാഹുവിൻ്റെ ബാക്കിയുള്ള എല്ലാ സിഫാത്തുകളെക്കുറിച്ചും. അപ്പോൾ അള്ളാഹുവിൻ്റെ സിഫാത്തുകളുടെ രൂപം എന്നത് അത് ഗൈബിയായ കാര്യമാണ്. അതുകൊണ്ട് ആ ഗൈബിയായ കാര്യത്തെക്കുറിച്ച് അള്ളാഹുവും റസൂലും എന്ത് പറഞ്ഞുവോ അവിടെ നിൽക്കുക. അതിനപ്പുറമുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കാൻ പാടില്ല. വിലക്കപ്പെട്ട രണ്ടാമത്തെ തരം ചോദ്യങ്ങളാണ് സുആലുൽ മിറാഇ വൽ ജിദാൽ, തർക്കങ്ങളിൽ കുതർക്കങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടി ചോദിക്കുന്ന ആളുകളുണ്ട്. അവൻ ചോദിക്കുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ്? ആരോടാണോ അവൻ ചോദിക്കുന്നത് അയാളെ തർക്കിച്ച് തോൽപ്പിക്കുക. അങ്ങനെ കുതർക്കത്തിന് വേണ്ടി ചോദിക്കുന്ന ആളുകളുണ്ട്. അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിരുത്സാഹപ്പെടുത്തിയ കാര്യമാണ്, അത് പാടില്ലാത്ത കാര്യമാണ്. അവിടുന്ന് പറഞ്ഞു, അന സഈമുൻ ബിബൈതിൻ ഫീ റബദിൽ ജന്ന ലിമൻ തറക്കൽ മിറാഅ വഇൻ കാന മുഹിഖ. തൻ്റെ പക്ഷത്താണ് ന്യായമുണ്ടായിട്ടും ഒരാൾ തർക്കം ഉപേക്ഷിക്കുകയാണെങ്കിൽ സ്വർഗത്തിൻ്റെ ഓരങ്ങളിൽ അവന് കൊട്ടാരമുണ്ട്, അത് ഞാൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു, ഞാനതിന് ജാമ്യം നിൽക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. അതുകൊണ്ട് തർക്കിക്കാനുള്ള ചോദ്യങ്ങൾ അത് നമ്മൾ ഒഴിവാക്കേണ്ട കാര്യമാണ്. അതിൽപ്പെട്ടതാണ് അതുപോലെ തന്നെ അനാവശ്യമായ ചോദ്യങ്ങൾ. അതിൽപ്പെട്ടതാണെന്ത്, ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഇൽമ് പ്രകടമാക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ വലിയ ഒരു ഇൽമുള്ളവനാണ് എന്നറിയിക്കാൻ വേണ്ടി ചോദിക്കുക. അതല്ലെങ്കിൽ ചോദിക്കപ്പെടുന്ന വ്യക്തി അദ്ദേഹത്തെ ഇകഴ്ത്തുന്നതിന് വേണ്ടി, അദ്ദേഹത്തെ തരം താഴ്ത്തുന്നതിന് വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കുക. ഇതെല്ലാം അനാവശ്യമായ ചോദ്യങ്ങളാണ്. നാലാമത്തെ ഒരു ഇനമുണ്ട് അസ്സുആലു അമ്മാ ലം യഖഅ, അതുപോലെ അസ്സുആലു അമ്മാ ലാ യൻഫഅ, ഇതുവരെ നടന്നിട്ടില്ലാത്ത കാര്യം അതിനെക്കുറിച്ച് ചോദിക്കുക. അതുപോലെ നിനക്കൊരു ഉപകാരവുമില്ലാത്ത കാര്യത്തെക്കുറിച്ച് ചോദിക്കുക. ആ ഉത്തരം കൊണ്ട് നിനക്ക് പ്രത്യേകിച്ച് നിന്റെ ഈമാനിൽ ഒരു വർധനമൊന്നും ലഭിക്കുകയില്ല. അതല്ലെങ്കിൽ ആ ചോദ്യം കൊണ്ട് നിനക്ക് പ്രത്യേകിച്ച് അമലുകളൊന്നും ചെയ്യാനില്ല ആ ഉത്തരം ലഭിച്ചതുകൊണ്ട്. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ അത് ഒഴിവാക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നാം മുമ്പ് പറഞ്ഞ ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു വ്യക്തി ചോദിച്ചു, മതസ്സാഅ, എപ്പോഴാണ് അന്ത്യനാൾ? റസൂൽ എന്താണ് പറഞ്ഞത്? മാ അഅദത്ത ലഹാ, അത് അന്ത്യനാൾ എന്നാണെന്ന് അറിഞ്ഞത് കൊണ്ട് അവനൊരു ഉപകാരവുമില്ല. മറിച്ച് അവന് ഉപകാരമുള്ള ഒരു കാര്യത്തിലേക്ക് റസൂലുള്ള ചോദ്യത്തെ വഴിതിരിച്ചു വിടുകയാണ്. നീ എന്താണ് അതിനുവേണ്ടി ഒരുക്കിയിട്ടുള്ളത്? ഈമാനും സൽക്കർമ്മങ്ങളുമൊക്കെ ചെയ്തുകൊണ്ട് അതിന് തയ്യാറാവുകയാണ് വേണ്ടത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവനെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇമാം മാലിക് റഹിമഹുള്ള അദ്ദേഹത്തോട് ചില ആളുകൾ ഇതുവരെ നടന്നിട്ടില്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യം ചോദിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, സൽ അമ്മാ യകൂൻ വദഅ മാ ലം യകുൻ, നടന്ന കാര്യങ്ങളെക്കുറിച്ച് നീ ചോദിക്കുക. ഇതുവരെ നടക്കാത്ത സാങ്കല്പിക ചോദ്യങ്ങൾ അത് നീ
ഒഴിവാക്കുക. അതുപോലെ തന്നെ അദ്ദേഹത്തോട് ഒരു മസ്അലയെക്കുറിച്ച് ചോദിക്കപ്പെട്ടു. അപ്പം അദ്ദേഹം ഉത്തരം പറഞ്ഞില്ല. അപ്പോൾ ആ ചോദിച്ച വ്യക്തി അദ്ദേഹം ചോദിക്കുകയാണ്, ലിമ ലാ തുജീബുനി, നിങ്ങൾ എന്താണ് എനിക്ക് ഉത്തരം നൽകാത്തത്? അദ്ദേഹം പറഞ്ഞു, ലൗ സഅൽത അമ്മാ യൻതഫിഉ ബിഹി ലഅജബ്തുക, വല്ല ഉപകാരമുള്ള ചോദ്യമാണ് നീ ചോദിച്ചതെങ്കിൽ ഞാൻ അതിന് ഉത്തരം പറയുമായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ വലിയ ഇമാമുമാർ, പണ്ഡിതന്മാർ, അവരൊക്കെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാറില്ല. നമുക്കത് കണ്ടാൽ മനസ്സിലാകും. അവരുടെ അടുക്കൽ ധാരാളം ചോദ്യങ്ങൾ വരും. അവർ ചോദ്യങ്ങളുടെ ധാരാളം പേപ്പറുകൾ ഉത്തരം പറയാതെ മാറ്റിവെക്കുന്നതായി കാണാം. എന്തുകൊണ്ടാണ്? ആ ചോദ്യത്തിന് ചിലപ്പോൾ അതുകൊണ്ട് വലിയ ഫായിദ, നേട്ടമില്ലാത്ത ചോദ്യങ്ങളായിരിക്കും. അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് പണ്ഡിതന്മാർ മറുപടി പറയാറില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ധാരാളം ചോദ്യങ്ങളുണ്ട്. ഇനി റമദാൻ വരാൻ പോവുകയാണ്. റമദാൻ ക്വിസ് എന്ന് പറഞ്ഞ് ഓരോ ദിവസവും പുതിയ പുതിയ ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളിൽ എന്തായിരിക്കും? അവന്റെ ഈമാനുമായി ഒരു ബന്ധവുമില്ലാത്ത ചോദ്യങ്ങൾ വരെയുണ്ടാവും. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ചില ചോദ്യങ്ങൾ എങ്ങനെയാണ്? ഫാത്തിമ ബീവി അവരുടെ നിക്കാഹിന്റെ അന്ന് ഏത് വിരലിലാണ് മോതിരം ധരിച്ചത്? എന്നിട്ട് 3 ഓപ്ഷൻ കൊടുക്കും. ഇതറിഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ചെന്തില്ല? അവന്റെ ഈമാനിൽ അല്ല നേട്ടവുമുണ്ടോ? അതറിഞ്ഞതുകൊണ്ട് അവന് പ്രത്യേകിച്ച് അമല് ചെയ്യാനുണ്ടോ? ഒന്നുമില്ല. ഇത്തരത്തിലുള്ള ധാരാളം ചോദ്യങ്ങളൊക്കെ ഇറക്കിക്കൊണ്ട് റമളാനിന്റെ പകലുകൾ അതിന്റെ പിന്നാലെ ഓടുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ള ഉപകാരമില്ലാത്ത ചോദ്യങ്ങൾ അത് നാം ചോദിക്കാനും പാടില്ല. അത്തരത്തിലുള്ള ചോദ്യങ്ങളെ നാം അവഗണിക്കുകയാണ് വേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി, ഒരു വ്യക്തി അവൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക എന്നത് അതവന്റെ ഇസ്ലാമിന്റെ മേന്മയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ, ആവശ്യമില്ലാത്ത സംസാരങ്ങൾ അതൊക്കെ ഒഴിവാക്കുക, അത് ഇസ്ലാമിന്റെ മേന്മയിൽപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളാകണം. ഇൽമ് പഠിക്കാൻ, ഹിദായത്ത് ലഭിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നവരാകണം നാം ഓരോരുത്തരും. മഹാനായ ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അദ്ദേഹം ഇമാമുൽ മുഫസ്സിരീൻ, മുഫസ്സിരീങ്ങളുടെ ഇമാമാണ് അദ്ദേഹം. ഈ ഉമ്മത്തിലെ പണ്ഡിതൻ എന്നറിയപ്പെടുന്ന വലിയ സഹാബിയാണ്, ഇൽമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, താങ്കൾക്ക് എങ്ങനെയാണ് ഇത്രയും ധാരാളം വിജ്ഞാനം, ഇൽമ് ലഭിച്ചത് എങ്ങനെയാണ്? അദ്ദേഹം പറഞ്ഞതായി കാണാം, ബിലിസാനിൻ സഊൽ, ധാരാളമായി ചോദിക്കുന്ന ഒരു നാവ് എനിക്കുണ്ടായിരുന്നു. വഖൽബിൻ അഖൂൽ, കാര്യങ്ങൾ പഠിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ഹൃദയവും എനിക്കുണ്ടായിരുന്നു. അപ്പൊ ഈ 2 കാര്യങ്ങൾ കൊണ്ടാണ് അദ്ദേഹത്തിന് ധാരാളം ഇൽമ് ലഭിച്ചത്. അപ്പോൾ അവിടെ ചോദ്യങ്ങൾ ധാരാളമായി ചോദിക്കണമെന്നാണ് പറയുന്നത്. അതേത് ചോദ്യമാണ്? നാം ഒന്നാമത് പറഞ്ഞ സുആലുൽ ഇസ്തിഅലാമി വൽ ഇസ്തിഫ്ഹാം, ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഇൽമ് ലഭിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി ചോദിക്കുക. അതുകൊണ്ട് ഇൽമുള്ള ആളുകളെ ലഭിക്കുമ്പോൾ, പണ്ഡിതന്മാരെ ലഭിക്കുമ്പോൾ ആ അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ സംശയങ്ങൾ നാം എഴുതിയാണെങ്കിലോ അല്ലെങ്കിൽ നേരിട്ട് ചോദിച്ചുകൊണ്ടോ നാം അത് തീർക്കണം. എന്നാൽ ഇത്തരത്തിലുള്ള തർക്കങ്ങൾക്ക് വേണ്ടിയുള്ള ചോദ്യങ്ങൾ, അതല്ലെങ്കിൽ പരിഹസിക്കാൻ, ഇകഴ്ത്താനുള്ള ചോദ്യങ്ങൾ, അതല്ലെങ്കിൽ ഇതുവരെ നടന്നിട്ടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ, അത്തരത്തിലുള്ളതെല്ലാം നാം ഒഴിവാക്കുകയും ചെയ്യണം. ഇമാം മുഹമ്മദ് ബിൻ ശിഹാബിൻ അസ്സുഹരി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതായി കാണാം, അൽ ഇൽമു ഖസാഇൻ, ഇൽമ് എന്ന് പറയുന്നത് അത് നിധികളാണ്. വമിഫ്താഹുഹാ അസ്സുആൽ, അത് ലഭിക്കാനുള്ള അതിന്റെ താക്കോൽ എന്താണ്? സുആലാണ്, ചോദ്യം ചോദിക്കുക എന്നുള്ളതാണ്. നിധികൾ എന്ന് പറയുന്നത് അത് ഭൂമിയിൽ കുഴിച്ചിട്ടതായിരിക്കും. ആ നിധികൾ കുഴിച്ചെടുക്കണമെങ്കിൽ ധാരാളം അധ്വാനം ആവശ്യമാണ്. ആ നിധികൾ ലഭിക്കണമെങ്കിൽ, അതുപോലെ നിനക്ക് ഇൽമ് ലഭിക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണം? ധാരാളമായി ചോദിക്കേണ്ടതുണ്ട് എന്ന് അവിടുന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇമാം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താക്കിയാണ്? അതിന് മറുപടി കൊടുക്കുകയാണ്. അപ്പോൾ നല്ല നല്ല ചോദ്യങ്ങൾ അതായിരിക്കും ചിലപ്പോൾ കിതാബുകളായി, വലിയ വലിയ ക്ലാസ്സുകളായി മാറുന്നുണ്ടാവുക. അപ്പൊ നമ്മുടെ ചോദ്യം അത് നിസ്സാരമാക്കി വിടാൻ പാടില്ല. ചിലപ്പോൾ നിന്റെ ഒരു ചോദ്യം അതായിരിക്കും ചിലപ്പോൾ അടുത്ത ക്ലാസ്സിലുള്ള വിഷയം അതായിരിക്കും. അങ്ങനെ നീ ചോദിച്ചത് കാരണം മറ്റുള്ളവർക്കൊക്കെ അതിന്റെ ഇൽമ് ലഭിക്കുകയാണ്, അതിന്റെ ഫായിദ ലഭിക്കുകയാണ്. അപ്പോൾ അതിന്റെ പ്രതിഫലം ആർക്കുണ്ട്? ആ നല്ല ചോദ്യം ചോദിച്ച വ്യക്തിക്ക് അത് ലഭിക്കുന്നതാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയോട് തൗഹീദുൽ ഉലൂഹിയയെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു ചെറിയ റിസാല എഴുതി. അതിന്റെ പേരാണ് അൽ ഉബൂദിയ്യ. അദ്ദേഹത്തോട് അസ്മാഉ വസിഫാത്തിനെ കുറിച്ച് ചോദിച്ചു.
അപ്പോൾ അദ്ദേഹം ഒരു കിതാബ് എഴുതി, അതാണ് അൽ അഖീദത്തുൽ വാസിത്തിയ്യ. അങ്ങനെ ശൈഖുൽ ഇസ്ലാമിന്റെ കൃതികൾ നാം ഓരോന്നും പരിശോധിക്കുകയാണെങ്കിൽ അതെല്ലാം അതിന്റെ പിന്നിൽ ഒരു ചോദ്യമുണ്ട്. അതല്ലെങ്കിൽ ചില ആളുകൾ അദ്ദേഹത്തിന് കത്തെഴുതിയതാണ്, അതിനുള്ള മറുപടിയാണ് വോള്യങ്ങൾ കണക്കിനുള്ള കിതാബുകളായി പിന്നീട് രചിക്കപ്പെടുന്നത്. അതുകൊണ്ട് നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളിൽ നാം ഉൾപ്പെടേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇൽമു പഠിക്കുന്ന കുട്ടികൾ, അവർ അവരുടെ സംശയങ്ങൾ, നല്ല നല്ല ചോദ്യങ്ങൾ അവരുടെ ഉസ്താദുമാരോട് അദബിൽ മര്യാദയോടുകൂടി ചോദിക്കാൻ ശീലിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഏറ്റവും നല്ല അധ്യാപകനാരാണ്? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല അധ്യാപകനാണ്. അവിടുന്ന് തന്റെ ശിഷ്യന്മാരായ സഹാബത്തിനോട് പലതവണ ചോദിച്ചതായി കാണാം, അതദ്റൂന മൽ ഗീബ, എന്താണ് ഗീബത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയുമോ? ഇത് പഠിപ്പിക്കുന്നത് ഒരു ശൈലിയാണ്. അധ്യാപകന്മാർ, ഇൽമു പഠിപ്പിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ മുൻപിലിരിക്കുന്ന കുട്ടികളോട് അങ്ങോട്ട് ചോദിക്കുക, പഠിതാക്കളോട്. എന്തിനു വേണ്ടി? അവരുടെ ചിന്തയെ ഉണർത്താൻ വേണ്ടി, അവരുടെ ശ്രദ്ധയെ ആകർഷിക്കാൻ വേണ്ടി. അതദ്റൂന മൽ ഗീബ, എന്താണ് ഗീബത്ത് എന്ന് പറഞ്ഞാൽ? സഹാബത്തിനോട് ചോദിക്കുക. അതുപോലെ അലാ ഉനബ്ബിഉകും ബിഅക്ബരിൽ കബായിർ, വൻ പാപങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പാപം ഏതാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? സഹാബത്തിനോട് അങ്ങോട്ട് ചോദിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 തവണ ചോദിച്ചതായി കാണാം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, നമ്മുടെ മുൻപിലിരിക്കുന്ന ആളുകളോട് നമ്മൾ ഇൽമു പഠിപ്പിക്കുമ്പോൾ ഈ ഒരു ശൈലി അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. അതാണ് ഒരു വ്യക്തി ധാരാളം സമയം, മണിക്കൂറുകൾ പ്രസംഗിച്ചു പോകുന്നതിനേക്കാൾ ഉപകാരമുണ്ടാവുക ഇത്തരത്തിലുള്ള പഠനത്തിന്റെ ശൈലികൾ പിൻപറ്റുന്നതിലാണ് എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. റസൂലുള്ള പല ചോദ്യങ്ങളും ചോദിച്ചതായി കാണാം. അതദ്റൂന മനിൽ മുഫ്ലിസ്, ആരാണ് മുഫ്ലിസ് അഥവാ പാപ്പരായ ആളുകൾ, ഒന്നുമില്ലാത്തവർ ആരാണ്? അങ്ങനെ പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ സഹാബത്തും റസൂലിനോട് അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട്. എന്താണ് അവർ ചോദിച്ചത്? അയ്യുൽ ഇസ്ലാമി അഫ്ളൽ, റസൂലെ ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ കർമ്മമേതാണ്? അങ്ങനെ മൻ നജാതു, റസൂലെ എന്താണ് വിജയം എന്ന് പറഞ്ഞാൽ? അങ്ങനെ അവർ അങ്ങോട്ടും ചോദിച്ചിട്ടുണ്ട്, റസൂല് തിരിച്ചിങ്ങോട്ടും ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇൽമു പഠിക്കണമെന്ന നല്ല ഉദ്ദേശത്തോടു കൂടിയുള്ള ചോദ്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുകയാണ്, യാ സാഇലി അൻ മദ്ഹബി വഅഖീദതി. മദ്ഹബ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് എന്താണ്? ഏത് മദ്ഹബാണ്? ഏതാണ് മദ്ഹബ് എന്ന് പറഞ്ഞാൽ? ഫിഖ്ഹിന്റെ മദ്ഹബുകളാണ് ഓർമ്മ വരിക, അല്ലെ? ഫിഖ്ഹിന്റെ 4 മദ്ഹബുകളുണ്ട്. മദ്ഹബു ഇമാം അബൂ ഹനീഫ, മദ്ഹബു ഇമാം ശാഫിഈ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, അതുപോലെ ഇമാം മാലിക്. ഈ 4 മദ്ഹബുകളാണ് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരിക. പക്ഷേ ഇവിടെ മദ്ഹബ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ അർത്ഥമല്ല, മറിച്ച് എന്റെ മാർഗം, എന്റെ നിലപാട്, വിശ്വാസ കാര്യങ്ങളിലുള്ള എന്റെ നിലപാടുകളെ കുറിച്ച്. അതുപോലെ വ അഖീദതി, അഖീദ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തി അവന്റെ ഹൃദയത്തിൽ ഉറപ്പിച്ച കാര്യം, അതാണ് അഖീദ എന്ന് പറയാം. അത് ചിലപ്പോൾ ശരിയാകും, ചിലപ്പോൾ തെറ്റാകും. അപ്പോൾ അഖീദത്തുൻ നസാറ, ക്രൈസ്തവരുടെ വിശ്വാസം, അതെന്താണ്? തെറ്റാണ്. അഖീദത്തുൽ മുസ്ലിമീൻ, അത് ശരിയാണ്. അതിന് രണ്ടിലും എന്ത് പറയും? അഖീദ എന്ന പദം പ്രയോഗിക്കും. അതുപോലെ തന്നെ ദീൻ, ദീൻ എന്നുള്ളതും അത് ശരിയായതിനും പ്രയോഗിക്കും, ബാത്തിലായതിനും പ്രയോഗിക്കും. ലക്കും ദീനുക്കും വലിയ ദീൻ. അപ്പോൾ ഇവിടെ മദ്ഹബി വ അഖീദതി, എന്റെ വിശ്വാസത്തെക്കുറിച്ച്, വിശ്വാസ കാര്യങ്ങളിലുള്ള എന്റെ നിലപാടിനെ കുറിച്ച് എന്നോട് ചോദിക്കുന്നവനെ എന്ന് അദ്ദേഹം പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, റുസിഖൽ ഹുദ മല്ലിൽ ഹിദായത്തി യസ്അലു, ഹിദായത്ത് ചോദിക്കുന്നവന് അത് നൽകപ്പെടുന്നതാണ്. അതുപോലെ മറ്റൊരർത്ഥമുണ്ട്, ഹിദായത്ത് ചോദിക്കുന്നവന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നൽകട്ടെ, അവന് ഹുദ നൽകട്ടെ എന്നുള്ള 2 അർത്ഥവും ഇതിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഹിദായത്ത് ചോദിക്കുക നാം ഓരോരുത്തരും നമുക്ക് സ്വന്തമായി ചോദിക്കേണ്ട കാര്യമാണ്. നമ്മൾ പറയും നമ്മൾ മുസ്ലിമീങ്ങളാണ്, മുഅ്മിനീങ്ങളാണ്, തൗഹീദുള്ളവരാണ്, ബിദ്അത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ്, ശിർക്കിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നവരാണ്. എന്നാലും നമ്മൾ എന്ത് ചെയ്യണം? ഹിദായത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കണം. ദിവസവും 17 തവണ അള്ളാഹുവിന്റെ മുൻപിൽ നിർബന്ധമായും നാം പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, ഏറ്റവും വലിയ പ്രാർത്ഥന. ഏതാണ്? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അള്ളാഹുവെ സിറാത്തുൽ മുസ്തഖീമിൽ നീ ഞങ്ങളെ അതിലേക്ക് ചേർക്കണമേ. ഹിദായത്തിലേക്ക് ചേർക്കാൻ, സ്വയം ഹിദായത്ത് ലഭിക്കുന്നതിന് വേണ്ടി
അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. എന്താണ് അതിൻ്റെ ഉദ്ദേശം? എന്താണ്? അള്ളാഹുവെ, എൻ്റെ ഹിദായത്ത് നീ വർദ്ധിപ്പിച്ചു നൽകണമേ, ആ ഹിദായത്തിന്റെ മാർഗത്തിൽ എന്നെ നീ ഉറപ്പിച്ചു നിർത്തണമേ. അതാണ് അതിൻ്റെ ഉദ്ദേശം. ഹിദായത്തിലുള്ള ആളുകൾ അവർ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശം അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നമസ്കരിക്കുമ്പോൾ അവിടുന്ന് ചൊല്ലിയിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, ദുആഉൽ ഇസ്തിഫ്താഹ്. അതിന്റെ തുടക്കം എങ്ങനെയാണ്? അല്ലാഹുമ്മ റബ്ബ ജിബ്രാഈല വമീകാഈൽ വഇസ്റാഫീൽ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. അതിന്റെ അവസാനത്തിൽ കാണാം, ഇഹ്ദിനി ലിമഖ്തുലിഫ ഫീഹി മിനൽ ഹഖ് ബിഇദ്നിക്. റസൂലുള്ളാഹി പറയുകയാണ്, ഭിന്നിച്ചിട്ടുള്ള കാര്യം അതിൽ സത്യത്തിലേക്ക് എനിക്ക് നീ കാണിച്ചു നൽകണമേ, അതിലേക്ക് നീ എന്നെ നയിക്കണമേ. റസൂലുള്ളാഹി ഹിദായത്ത് ചോദിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്. അതുപോലെ ധാരാളം പ്രാർത്ഥനകൾ അവിടുന്ന് പഠിപ്പിച്ചതായി കാണാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിന. അതുപോലെ അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഹുദാ വസ്സദാദ്. അതുപോലെ ഖുനൂത്തിന്റെ തുടക്കം എങ്ങനെയാണ്? അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈ. അതുകൊണ്ട് സ്വയം നമുക്ക് വേണ്ടി നാം ഹിദായത്ത് ചോദിക്കുക എന്നുള്ളത് അത് പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. പല ആളുകളും അത് മറന്നുപോയിട്ടുണ്ട്. അതുകൊണ്ട് ഹിദായത്തിനെ ചോദിക്കുക. ഈ ഹിദായത്തിന്റെ മാർഗത്തിൽ അത് ഹിദായത്ത് വർദ്ധിപ്പിച്ച് ലഭിക്കുവാനും ആ ഹിദായത്തിൽ തന്നെ ഉറച്ചു നിൽക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നാം പ്രാർത്ഥിക്കുക. അതുപോലെ മറ്റൊരാൾക്ക് ഹിദായത്ത് ലഭിക്കാൻ വേണ്ടി നമുക്ക് എന്താക്കാം? പ്രാർത്ഥിക്കാം. ഇപ്പം നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ കുടുംബത്തിൽ ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്ക് തൗഹീദ് ലഭിച്ചിട്ടുണ്ടാവില്ല. അതുപോലെ നമ്മുടെ അയൽവാസികൾ, നമ്മുടെ മിത്രങ്ങൾ, അവരൊക്കെ ഹിദായത്തിലാകുന്നതിന് വേണ്ടി നമുക്ക് എന്താക്കാം? പ്രാർത്ഥിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഉമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഉമ്മ ആദ്യം മുസ്ലിം ആയിരുന്നില്ല. റസൂലുള്ളാഹി പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഹ്ദി ഉമ്മ അബീ ഹുറൈറ. അല്ലാഹുവേ, അബൂ ഹുറൈറയുടെ ഉമ്മയെ നീ ഹിദായത്തിലാക്കണമേ. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോഴേക്കും അവരുടെ മാതാവ് ഇസ്ലാം സ്വീകരിച്ചിരുന്നു എന്ന് നമുക്ക് ഹദീസിൽ കാണാം. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നാം ഹിദായത്ത് ചോദിക്കണം. നമ്മുടെ അടുത്ത ആളുകൾ ഉണ്ടാകും, നമ്മുടെ അയൽവാസികൾ ഉണ്ടാകും, നമ്മുടെ ഉപ്പയുണ്ടാകും, നമുക്ക് ഏറ്റവും കടപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടാകും. അവർക്കൊക്കെ വേണ്ടി അള്ളാഹുവിനോട് ഹിദായത്ത് ചോദിക്കണം. അത് അവരോടുള്ള ഒരു നസീഹത്ത് എന്ന നിലക്ക് നമുക്ക് നിർവഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി റുസിഖൽ ഹുദ, അവന് ഹിദായത്ത് നൽകപ്പെടും. ഈ റിസ്ക് എന്ന് പറയുന്നത് ഉപജീവനം എന്നാണ് നാം അതിനർത്ഥം പറയാറുള്ളത്. ഇത് രണ്ട് രൂപത്തിലാണുള്ളത്. റിസ്ഖു നൗആൻ. ഒന്നാമത്തേത് എല്ലാവർക്കും ലഭിക്കുന്ന ഉപജീവനം. അതിൽ മനുഷ്യനെന്നോ മൃഗങ്ങളെന്നോ മുസ്ലിമെന്നോ കാഫിറെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അള്ളാഹു റിസ്ക് നൽകുന്നുണ്ട്. അതിനാണ് പറയുക റിസ്ഖുൻ ആമുൻ എന്ന് പറയുക. എല്ലാവർക്കും നൽകും. മുസ്ലിം ആകട്ടെ, കാഫിറാകട്ടെ, മനുഷ്യനാകട്ടെ, മൃഗമാകട്ടെ. അള്ളാഹു പറഞ്ഞു, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഈ ഭൂമിയിൽ ഏതൊരു ജന്തുവുണ്ടോ അതിൻ്റെയൊക്കെ ഉപജീവനം, അതിൻ്റെ ബാധ്യത അള്ളാഹു ഏറ്റെടുത്തതാണ്. അതിലെല്ലാവരും പെടും, അതിലെല്ലാവർക്കും റിസ്ക് ലഭിക്കും. എന്നാൽ രണ്ടാമത്തെ ഒരു ഇനമുണ്ട്, റിസ്ഖുൻ ഖാസുൻ. ചില പ്രത്യേക ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ചില ഉപജീവനം. അതെന്താണ്? അള്ളാഹുവിൻ്റെ ഇൽമിൻ്റെ, അവൻ്റെ ഹുദയുടെ വെളിച്ചമാകുന്ന ആ പ്രകാശം അതെല്ലാവർക്കും ലഭിക്കണമെന്നില്ല. ആ ഹൃദയങ്ങൾക്കുള്ള പോഷണം അതാർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ? മുഅ്മിനീങ്ങൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. അള്ളാഹു അവർക്ക് അവരുടെ ഹൃദയങ്ങൾക്കുള്ള ആരോഗ്യവും ആ ഹൃദയങ്ങൾക്കുള്ള പോഷണവും നൽകും. എങ്ങനെയാണ്? ഈമാൻ കൊണ്ട്. അവരുടെ മനസ്സിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ശാന്തത നൽകുന്നതാണ്. ദുനിയാവിലും ആഖിറത്തിലും അതിൻ്റെ പ്രയോജനം അവർക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ്. ഇനി അൽ ഹുദ. ഹുദ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സന്മാർഗം. ഹിദായത്ത് എന്ന് പറഞ്ഞാൽ സന്മാർഗം എന്നാണ് പറയാറുള്ളത്. ഈ ഹുദ ഇത് രണ്ട് അർത്ഥത്തിൽ ഹദീസുകളിലും സുന്നത്തിലും നമുക്ക് കാണാൻ കഴിയും. ഞാൻ രണ്ട് ആയത്ത് നിങ്ങളെ ഓതി കേൾപ്പിക്കാം. അതിൻ്റെ അർത്ഥവും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഒന്നാമത്തെ ആയത്ത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുകയാണ്, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിയോട് പറയുകയാണ്, മുഹമ്മദ് നബിയെ, താങ്കൾക്ക് ഇഷ്ടമുള്ള ആളുകളെ ഹിദായത്തിലാക്കാൻ താങ്കൾക്ക് കഴിയുകയില്ല. വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. അള്ളാഹു അവനുദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കുന്നു. ഇവിടെ എന്താണ് പറഞ്ഞത്? മുഹമ്മദ് നബിക്ക് ഹിദായത്തിലാക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. എന്നാൽ അടുത്തൊരായത്ത് കാണാം. എന്താണ് ആയത്ത്?
വഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം, തീർച്ചയായും നീയാണ് സിറാത്തുൽ മുസ്തഖീമിലേക്ക്, അതിലേക്ക് മാർഗദർശനം നൽകുന്നത്. ആര്? മുഹമ്മദ് നബി. അപ്പോൾ ഈ രണ്ട് ആയത്തുകളും അത് പരസ്പര വൈരുദ്ധ്യമാണോ? അല്ല. അതെങ്ങനെയാണ്? ഹിദായത്തിന് രണ്ട് ഇനമുണ്ട്. ഒന്നാമത്തേത് ഹിദായത്തു ദലാലത്തി വൽ ഇർഷാദ്, അഥവാ ഒരാൾക്ക് ഹിദായത്തിന്റെ മാർഗം കാണിച്ചു കൊടുക്കുക, ആ വഴി കാണിച്ചു കൊടുക്കുക. അതാർക്ക് കഴിയും? അമ്പിയാക്കന്മാർക്ക് കഴിയും, നബിമാർക്ക് കഴിയും, ഇൽമുള്ള പണ്ഡിതന്മാർക്ക് കഴിയും. നമുക്കെന്താക്കാം? ഹിദായത്തിന്റെ മാർഗം കാണിച്ചു കൊടുക്കാം. ഇതാണ് ശരിയായ മാർഗം, ഇതാണ് സിറാത്തുൽ മുസ്തഖീം, ഇതാണ്. എന്നാൽ രണ്ടാമത്തുണ്ട് ഹിദായത്തു അത്തൗഫീഖ് വൽ ഇൽഹാം, ആ ഹിദായത്തിന്റെ വഴിയിൽ ചേർക്കുന്നവൻ, അതിൽ ഉറപ്പിച്ചു നിർത്തുന്നവൻ. അതാരാണ്? അത് അല്ലാഹുവാണ്. അത് അല്ലാഹുവിന് മാത്രമേ കഴിയുകയുള്ളൂ. അതാണ് ഒന്നാമത്തെ ആയത്തിൽ പറഞ്ഞത്. നബിയെ, താങ്കൾക്ക് ഇഷ്ടമുള്ളവരെ എന്താക്കാൻ കഴിയില്ല, താങ്കൾക്ക് ഹിദായത്തിലാക്കാൻ കഴിയില്ല. ഈ ആയത്ത് അവതരിക്കുന്നത് എപ്പോഴാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൃഥിവ്യൻ അബൂ താലിബ്, അദ്ദേഹം മരണാസന്നനായി കിടക്കുകയാണ്. അദ്ദേഹം മരണാസന്നനായി കിടക്കുകയാണ്. റസൂലിനെ അങ്ങേയറ്റം സഹായിച്ച വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല. റസൂലുള്ള അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, എങ്കിൽ എനിക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ കഴിയും. പക്ഷേ അദ്ദേഹത്തിന്റെ ചുറ്റും ആരുണ്ട്? അബൂജഹലും സംഘവുമുണ്ട്. അദ്ദേഹം അവരെന്താക്കാണ്? അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്നോട്ടടിപ്പിക്കുകയാണ്. അദ്ദേഹം എങ്ങനെയാണ് മരണപ്പെട്ടത്? അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിലായിക്കൊണ്ട് അദ്ദേഹം മരണപ്പെടുകയാണ്. മുസ്ലിം ആയിട്ടല്ല മരണപ്പെടുന്നത്. പക്ഷെ റസൂലുള്ളാഹിക്ക് അങ്ങേയറ്റം ആഗ്രഹമുണ്ടായിരുന്നു, ഇഷ്ടമുണ്ടായിരുന്നു അദ്ദേഹം ഹിദായത്തിലാകാൻ. ഈ സന്ദർഭത്തിലാണ് അള്ളാഹു ആയത്തിറക്കുന്നത്, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്. എന്ത് മനസ്സിലായി? ഹിദായത്തിലാക്കുന്നവൻ, ആ മാർഗത്തിൽ അടിയുറപ്പിച്ചു നിർത്തുന്നവൻ, അതിൽ തൗഫീഖ് നൽകുന്നവൻ അള്ളാഹു മാത്രമാണ്. എന്നാൽ ഹിദായത്തിന്റെ മാർഗം കാണിച്ചു കൊടുക്കാൻ, അതിലേക്ക് മാർഗദർശനം നൽകാൻ, അതിലേക്ക് വഴി കാണിക്കാൻ ഇൽമുള്ളവർക്കും പണ്ഡിതന്മാർക്കും സാലിഹീങ്ങൾക്കും അമ്പിയാക്കന്മാർക്കും എല്ലാവർക്കും അതിന് കഴിയുന്നതാണ്. അതുകൊണ്ട് ഇത് രണ്ടും വേർതിരിച്ച് തന്നെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതാണ് ഒന്നാമത്തെ വരി. ഒന്നുകൂടി പറയാം. ഏതാണ്? യാ സായിലി അൻ മദ്ഹബി വഅഖീദതി റുസിഖൽ ഹുദാ മൻ ലിൽ ഹിദായതി യസ്അലു. എൻ്റെ വിശ്വാസത്തെക്കുറിച്ച്, വിശ്വാസകാര്യങ്ങളിലുള്ള എൻ്റെ നിലപാടിനെ കുറിച്ച് എന്നോട് ചോദിക്കുന്നവനെ, അങ്ങനെ ഹിദായത്ത് ചോദിക്കുന്നവന് അത് നൽകപ്പെടുന്നതാണ് ശൈഖുൽ ഇസ്ലാം പറയുക. എന്നിട്ട് പറഞ്ഞു, ഇസ്മഅ കലാമ മുഹഖ്ഖിഖിൻ ഫീ ഖൗലിഹി ലാ യൻതനി അൻഹു വലാ യതബദ്ദലു. അദ്ദേഹം പറയുകയാണ് ഇസ്മഅ. ഇസ്മഅ എന്ന് പറഞ്ഞാൽ കേൾക്കുക. ഇവിടെ ഉദ്ദേശം ഇസ്തമിഅന, ശ്രദ്ധിച്ച് കേൾക്കുക, വെറും കേൾവിയല്ല. സാധാരണ വെറും കേൾവി എന്നുള്ളത് അതെന്താണ്? പ്രത്യേകിച്ച് ഉപകാരമുണ്ടാവുകയില്ല. എന്ത് വേണം? ഇസ്തിമാഅ വേണം, ശ്രദ്ധിച്ച് കേൾക്കണം. അതാണ് ഖുർആൻ. അതിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു, വഇദാ ഖുരിഅൽ ഖുർആൻ, ഖുർആൻ ഓതപ്പെടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്തമിഉ. എന്താണ്? ശ്രദ്ധിച്ച് കേൾക്കുക, വെറും കേൾവിയല്ല, ശ്രദ്ധിച്ച് കേൾക്കുക. വഅൻസിതു, ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രം പോരാ, എന്താക്കണം? മിണ്ടാതിരിക്കണം. പിന്നീട് മറ്റ് ബഹളങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. അതാണ് ഇസ്തിമാ. അപ്പോൾ ഇവിടെ പറയുന്നത് ഇസ്തിമാ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ആരുടെ വാക്ക്? കലാമ മുഹഖ്ഖിഖിൻ ഫീ ഖൗലിഹി, തന്റെ വാക്കുകളിൽ, തന്റെ നിലപാടുകളിൽ അങ്ങേയറ്റം പാണ്ഡിത്യമുള്ള, അറിവുള്ള ഒരു വ്യക്തിയുടെ സംസാരം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ആരാണ് പറയുന്നത്? ഇബ്നു തൈമിയ്യ സ്വന്തം വാക്കിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം വലിയ ഇൽമുള്ള വ്യക്തിയാണ്. അദ്ദേഹം എന്താണ്? സ്വയം പ്രശംസിച്ച് പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു ലാ യൻഫനി അൻഹു, അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ വാക്കുകൾ, അതിൽ നിന്ന് അദ്ദേഹം എന്താവുകയില്ല? മടങ്ങുകയില്ല. വലാ യതബദ്ദലു, അത് പിന്നീട് മാറ്റത്തിരുത്തലുകൾ ഉണ്ടാവുകയില്ല. കാരണം ഇസ്ലാമിന്റെ അഖീദ, ഇസ്ലാമിന്റെ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? അത് സ്ഥിരം ഒന്നാണ്. ഇന്ന് വേറെ, നാളെ മറ്റൊന്ന്, അങ്ങനെയൊന്നില്ല. ഇസ്ലാമിന്റെ വിശ്വാസ കാര്യങ്ങൾ അത് എന്നും ഒന്ന് തന്നെയാണ്. കാരണം ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ എന്താണ്? ഖുർആനും സുന്നത്തുമാണ്. അതിൽ മാറ്റത്തിരുത്തലുകളില്ല. ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. അല്ലാഹു സംരക്ഷിച്ചതാണത്. അതുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ ഇസ്ലാമിന്റെ അഖീദ, വിശ്വാസം, അതിലെന്തില്ല? മാറ്റത്തിരുത്തലുകളില്ല. അത് പറഞ്ഞ കാര്യം ഒന്ന് മാറ്റിപ്പറയുക, അത് ഇസ്ലാമിന്റെ വിശ്വാസ കാര്യങ്ങളിൽ അത് വരികയില്ല. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കണം.
അപ്പോൾ ഇസ്തിമാഉമുണ്ട്, സമാഉമുണ്ട്, കേൾവിയുമുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കലുമുണ്ട്. ഒരു വ്യക്തി അവൻ അങ്ങാടിയിലൂടെ പോവുകയാണ്. അവിടെ മ്യൂസിക്കുള്ള പാട്ടുകളുണ്ട്, കേൾക്കാൻ പറ്റാത്ത പലതുമുണ്ട്. അവൻ ചെവിയൊക്കെ അടച്ചു പിടിച്ചു, എന്നാലും അവന് കേൾക്കേണ്ടി വരും ചിലപ്പോൾ. അതിനാണ് ഇത് പറയാ, സമാ എന്ന് പറയാ, കേൾവിയാണ്. അവൻ ശ്രദ്ധിച്ച് കേൾക്കുന്നില്ല. എന്നാൽ സമാ ചെയ്തവൻ എന്തില്ല, കുറ്റമില്ല. അവൻ അതിന്റെ മാർഗങ്ങളൊക്കെ സ്വീകരിച്ചതിന് ശേഷവും അത് കേട്ടുപോയാൽ എന്തില്ല, കുറ്റമില്ല. എന്നാൽ ഒരാൾ ശ്രദ്ധിച്ച് കേട്ടു, ആ പാട്ടിനനുസരിച്ച് അതിന്റെ രാഗത്തിനനുസരിച്ച് ഇങ്ങനെ ആക്കിയാൽ അവൻ എന്താണ്, ഇസ്തിമാ ചെയ്തു എന്നാണ് പറയുക. ഇസ്തിമാ ചെയ്തവൻ എന്തുണ്ടാവും, അതിന്റെ കുറ്റം ഉണ്ടാകും. അതുപോലെ തന്നെ തിലാവത്തിന്റെ സുജൂദ്, ഒരു വ്യക്തി ഖുർആൻ ഓതുകയാണ്, അപ്പോൾ അതിൽ തിലാവത്തിന്റെ സുജൂദ് വരും. അപ്പോൾ അത് കേൾക്കുന്ന ആളുകളുണ്ടാവും, ശ്രദ്ധിച്ച് കേൾക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ആരാണ് സുജൂദ് ചെയ്യേണ്ടത്? കേൾക്കുന്നവരാണോ അതല്ല ശ്രദ്ധിച്ച് കേൾക്കുന്നവരാണോ? മുസ്തമിആണ്, ശ്രദ്ധിച്ച് കേൾക്കുന്ന ആളാണ് സുജൂദ് ചെയ്യേണ്ടത്. എപ്പോഴാണ് സുജൂദ് ചെയ്യുക? ആ ഓതുന്ന ആൾ സുജൂദ് ചെയ്താൽ എന്ത് ചെയ്യാം, അത് കേട്ട ആളുകൾക്കും ശ്രദ്ധിച്ച് കേട്ട ആളുകൾക്കും അതിൻ്റെ കൂടെ സുജൂദ് ചെയ്യാവുന്നതാണ്. അതാണ് സമാഉം ഇസ്തിമാഉം തമ്മിലുള്ള വ്യത്യാസം. അതാണ്. ഇനി നാം പറഞ്ഞു ഇസ്ലാമിന്റെ അഖീദ അതെന്താണ്, അത് മാറ്റത്തിരുത്തലുകളില്ല, എന്നും ഒന്ന് തന്നെയാണ്. എന്നാൽ ബിദ്അത്തിന്റെ ആളുകൾ, ഇസ്ലാമിന്റെ ശരിയായ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയ ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വഹാബത്തിനും ആദ്യത്തെ ഉത്തമ തലമുറകൾ അവർക്ക് പരിചയമില്ലാത്ത കാര്യങ്ങൾ ദീനിലേക്ക് കടത്തിക്കൂട്ടിയ ബിദ്അത്തിന്റെ കക്ഷികൾ, അവരെങ്ങനെയാണ്? അവർ ഓരോ ദിവസവും ഓരോ അഭിപ്രായമാണ്. അവർക്കെല്ലാവർക്കും ഒരേ അഭിപ്രായമല്ല. ഒരാൾക്ക് മറ്റൊരു അഭിപ്രായമാണെങ്കിൽ വേറെ ആൾക്ക് വേറൊരു അഭിപ്രായമാണ്. അതാണ് ഒരിക്കൽ ഇമാം മാലിക് റഹിമഹുള്ള അദ്ദേഹം പള്ളിയിൽ ഇരിക്കുകയാണ്, മസ്ജിദുൻ നബവി. ഒരു വ്യക്തി കടന്നു വന്നു, അദ്ദേഹത്തിന്റെ പേര് അബുൽ ജുവൈരിയ എന്നാണ്. അദ്ദേഹം ഇർജാ കൊണ്ട് ആരോപിക്കപ്പെട്ട വ്യക്തിയാണ്. ഇർജാ ആക്ഷേപിക്കപ്പെട്ട ആരോപിക്കപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹം മുർജിയാണ്. അങ്ങനെ അദ്ദേഹം ഇമാം മാലിക്കിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, യാ അബാ അബ്ദില്ലാ, അദ്ദേഹത്തെ പേര് വിളിച്ചുകൊണ്ട് പറയുന്നു, ഇസ്മഅ മിന്നി ശൈഅൻ ഉകല്ലിമുക ബിഹി വ ഉഹാജ്ജുക. ഞാൻ പറയുന്ന ഒരു വാക്ക്, ഞാൻ പറയുന്ന കാര്യം താങ്കൾ ഒന്ന് കേൾക്കുമോ? ഞാൻ എൻ്റെ തെളിവുകളൊക്കെ താങ്കളോട് പറയട്ടെ. വ ഉഖ്ബിറുക ബിറഅയി, ഞാൻ എൻ്റെ അഭിപ്രായം താങ്കളെ അറിയിക്കട്ടെ. ഇതേ കാര്യമാണ് നമ്മുടെ നാട്ടിലും എന്ത് ഇത്തരത്തിലുള്ള പിഴച്ച ആളുകൾ വരിക. അവർ നമ്മുടെ അടുക്കൽ വന്നിട്ട് എന്ത് പറയൂ, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്, എന്നിട്ട് നിനക്ക് എന്താക്കാം, എതിർക്കാം. എന്ത് ചെയ്യരുത്? ബാത്തിലിന്റെ ആളുകളുടെ സംസാരം അത് ചെവി കൊടുക്കാൻ പാടില്ല. അങ്ങനെ ഇമാം മാലിക് റഹിമഹുല്ല അദ്ദേഹം ആ വന്ന വ്യക്തിയോട് ചോദിക്കുകയാണ്, ഫഇൻ ഗലബ്തനി, നീ എന്നോട് സംസാരിച്ച് നിന്റെ തെളിവുകളൊക്കെ സ്ഥാപിച്ച് നീ നിന്റെ സംസാരത്തിലൂടെ എന്നെ കീഴ്പ്പെടുത്തിയാൽ, നീ വിജയിച്ചാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹം പറഞ്ഞു, ഇൻ ഗലബ്തുക ഇത്തബഅതനി, ഞാൻ നിങ്ങളെ സംസാരത്തിൽ വിജയിച്ചാൽ താങ്കൾ എന്ത് ചെയ്യണം? താങ്കൾ എന്നെ പിൻപറ്റണം, ഞാനാണ് വിജയിച്ച ആൾ. ഇമാം മാലിക് ചോദിച്ചു, എന്നാൽ നമ്മൾ രണ്ടുപേരും നിൽക്കുകയാണ്, മൂന്നാമതൊരാൾ കടന്നു വന്നു. ആ വ്യക്തി നമ്മൾ രണ്ടുപേരെയും സംസാരിച്ച് അദ്ദേഹം വിജയിച്ചു എന്ന് വിചാരിക്കുക, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ വ്യക്തി പറഞ്ഞു, നമ്മൾ രണ്ടുപേരും എന്ത് ചെയ്യും? ആ മൂന്നാമത്തെ വ്യക്തിയെ പിൻപറ്റും. ഈ സമയത്ത് ഇമാം മാലിക് പറഞ്ഞു, യാ അബ്ദല്ലാ, അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ബഅസല്ലാഹു മുഹമ്മദൻ ബിദീനിൻ വാഹിദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിയെ ഒരു ദീനുമായിട്ടാണ് നിയോഗിച്ചിട്ടുള്ളത്. വ അറാക തൻതഖിലു മിൻ ദീനിൻ ഇലാ ദീൻ, എന്നാൽ നീയാകട്ടെ ഒരു ദീനിൽ നിന്ന് മറ്റൊരു ദീനിലേക്ക് ഇങ്ങനെ മാറിക്കളിക്കുന്നവനായിട്ടാണ് ഞാൻ നിന്നെ കാണുന്നത് എന്ന് അദ്ദേഹത്തോട് പറയുകയാണ്. അതാണ് ബിദ്അത്തിന്റെ ആളുകൾ, അവരുടെ അവസ്ഥ അങ്ങനെയാണ്. അവരെന്തായിരിക്കും? ഓരോ അഭിപ്രായങ്ങളിൽ ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും. അതാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞതായി കാണാം, ആരെങ്കിലും തന്റെ ദീനിനെ അത് തർക്കത്തിന് വേണ്ടി വിട്ടുകൊടുത്താൽ, അങ്ങനെ തർക്കിക്കുന്ന ആളുകൾ അവരെന്തായിരിക്കും? ഓരോ ദിവസം ഓരോ അഭിപ്രായത്തിലായിരിക്കും. വെറുതെ തർക്കിക്കുക ദീനിന്റെ വിഷയത്തിൽ. അങ്ങനെ തർക്കിച്ച് അവസാനം അവന് തന്നെ തോന്നും എൻ്റെ അഭിപ്രായം തെറ്റാണോ, എന്നിട്ട് അവൻ വേറൊരു അഭിപ്രായം, നാളെ പിന്നെയും തർക്കിക്കും, എന്നിട്ട് മറ്റന്നാൾ വേറൊരു അഭിപ്രായം. അങ്ങനെ തർക്കത്തിന് വേണ്ടിയുള്ള ഗ്രൂപ്പുകൾ തന്നെയുണ്ട്. എന്താക്കരുത്? അത്തരത്തിലുള്ള തർക്കിക്കുന്ന ആളുകൾ, അതിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. കാരണം തർക്കിക്കുന്ന ആളുകൾക്ക് എന്തായിരിക്കും? ഓരോ ആഴ്ച ഓരോ നിലപാടായിരിക്കും.
അത് ഇമാം ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല അദ്ദേഹം പറയുകയാണ്. ഇനി അടുത്തൊരു കാര്യം, ഒരു മസ്അലയായിട്ട് പണ്ഡിതന്മാർ പറയുന്നത്, ഞാൻ പറഞ്ഞു ഇമാം ഇബ്നു തൈമിയ്യ എന്ത് പറഞ്ഞു? സ്വന്തം പുകഴ്ത്തുകയാണ്, അല്ലെങ്കിൽ സ്വന്തത്തെ അദ്ദേഹം പ്രശംസിച്ച് പറയുകയാണ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? തൻ്റെ വാക്കുകളിൽ, തൻ്റെ നിലപാടുകളിൽ, തൻ്റെ എഴുത്തുകളിൽ അങ്ങേയറ്റം അറിവുള്ള സൂക്ഷ്മതയുള്ള ഒരു പണ്ഡിതന്റെ വാക്ക് നീ കേൾക്കുക. അപ്പോൾ ഇമാം ഇബ്നു തൈമിയ്യ തൻ്റെ നിലപാടിനെക്കുറിച്ച്, തൻ്റെ എഴുത്തുകളെക്കുറിച്ചൊക്കെ അത് അങ്ങേയറ്റം സൂക്ഷ്മതയുള്ളതാണ്, അദ്ദേഹം അറിവുള്ള വ്യക്തിയാണ് എന്ന് ചോദ്യകർത്താവിനെ ബോധ്യപ്പെടുത്തുകയാണ്. ഇത് ഒരു ആത്മപ്രശംസ നടത്തലല്ലേ എന്ന് നമുക്ക് സംശയമുണ്ടാകും. അത് ആത്മപ്രശംസ നടത്തൽ തന്നെയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു എന്തു പറഞ്ഞു? ഫലാ തുസക്കൂ അൻഫുസക്കും, നിങ്ങൾ എന്താക്കരുത്? ആത്മപ്രശംസ നടത്താൻ പാടില്ല. പക്ഷേ ചില സന്ദർഭങ്ങളിൽ എന്താണ്? അത് അനുവദിക്കപ്പെടുന്നതാണ്. എപ്പോഴാണ് അത് അനുവദനീയമാകുന്നത്? ഇബ്നു തൈമിയ്യ അത് പറയുന്നതോടുകൂടി ആ ചോദ്യകർത്താവിന് എന്തായി? അദ്ദേഹത്തിന്റെ മനസ്സിന് റാഹത്തായി. ഞാൻ ചോദിച്ചത് ഏതെങ്കിലും അറിവില്ലാത്ത ആളോടല്ല, മറിച്ച് വലിയ ഇൽമുള്ള വലിയ പണ്ഡിതനാണ്, അങ്ങേയറ്റം വിജ്ഞാനമുള്ള വ്യക്തിയാണ്. അപ്പോൾ കേൾവിക്കാരന് ചോദിച്ച ആളുകൾ അവരുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇത്തരത്തിലുള്ള പ്രശംസകൾ അത് പറയുന്നതിന് വിരോധമില്ല. സ്വയം പ്രശംസ നടത്തുക, ആത്മപ്രശംസ നടത്തുക എന്നുള്ളത് അത് ചില സന്ദർഭങ്ങളിൽ അനുവദിക്കപ്പെട്ടതാണ്. ഇവിടെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? ആ ചോദ്യകർത്താവിനെ അദ്ദേഹത്തിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ്. അദ്ദേഹം ആ ഉത്തരം സ്വീകരിക്കുന്നതിന് വേണ്ടി താൻ ചോദിച്ചിട്ടുള്ളത് ഇൽമില്ലാത്ത ആളോടൊന്നുമല്ല, മറിച്ച് അറിവുള്ള വലിയ പണ്ഡിതനാണ് എന്ന് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കടന്നു വരാൻ വേണ്ടി ഇബ്നു തൈമിയ്യ റഹിമഹുല്ല അപ്രകാരം പറയുകയാണ് ഉണ്ടായത്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹം തന്റെ പിതാവിനോട് പറയുകയാണ്, യാ അബതി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽം. അദ്ദേഹം തന്റെ പിതാവിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, എനിക്ക് ഇൽമ് ലഭിക്കപ്പെട്ടിട്ടുണ്ട്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് എനിക്ക് ഇൽമു വന്നിട്ടുണ്ട്. മാ ലം യഅതിക, താങ്കൾക്ക് വന്ന് ലഭിക്കാത്ത ഇൽമ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, പിതാവിനേക്കാൾ ഇൽമുണ്ട് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ സ്വയം പ്രശംസിച്ച് പറയുകയാണ്. അതുകൊണ്ട് ഫത്തബിഇനി, നിങ്ങൾ എന്നെ പിൻപറ്റുക. ഇവിടെ അത് പറയാനുള്ള കാരണം എന്താണ്? അദ്ദേഹം ഒരു മസ്ലഹത്തുണ്ട്, അതിലൂടെ സ്വയം പ്രശംസിക്കുന്നതിലൂടെ ഒരു മസ്ലഹത്തുണ്ട്, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ യൂസുഫ് അലൈഹിസ്സലാം അദ്ദേഹം പറയുന്നു, ഖാല ജഅൽനി അലാ ഖസാഇനിൽ അർദ്, മിസ്റിലുള്ള അവിടുത്തെ ഖജനാവുകൾ അതിന്റെ അധികാരം എന്നെ ഏൽപ്പിക്കൂ. യൂസുഫ് അലൈഹിസ്സലാം പറയുകയാണ്, ഇന്നി ഹഫീദുൻ അലീം, തീർച്ചയായും ഞാൻ വിവരമുള്ള ഒരു സൂക്ഷിപ്പുകാരനായിരിക്കും എന്ന് യൂസുഫ് അലൈഹിസ്സലാം പറയുകയാണ്. കാരണം അദ്ദേഹം അത് പറയുന്നത് എന്തിനാണ്? അദ്ദേഹം അത് പറയുന്നതോടുകൂടി അദ്ദേഹത്തെ അതിന്റെ അധികാരം ഏൽപ്പിക്കും, അതുവഴി ജനങ്ങൾക്ക് ഉപകാരം ലഭിക്കും, അവർക്കിടയിൽ നീതിപൂർവമായി കാര്യങ്ങൾ വിതരണം ചെയ്യപ്പെടും, ആ ഖജനാവിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങൾ ലഭിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഉപകാരങ്ങൾ, നേട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കെന്ത് ചെയ്യാം? സ്വയം പ്രശംസ നടത്താവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ 3 ആളുകൾ വന്ന സംഭവം നമുക്കറിയാം. അവർ വന്നു റസൂലിന്റെ ഇബാദത്തിനെ കുറിച്ചൊക്കെ അവർ അന്വേഷിക്കുകയാണ്. അങ്ങനെ അവർക്കതൊരു കുറവായി തോന്നി. എന്നിട്ട് അവരെന്ത് പറഞ്ഞു? അമ്മ അന ഫഇന്നി ഉസല്ലി ലൈല അബദ, ഞാനിനി രാത്രി മുഴുവൻ നമസ്കരിക്കും. അതാണ് ഒരാൾ പറഞ്ഞത്. രണ്ടാമത്തെ വ്യക്തി പറഞ്ഞു, ലാ അന അസൂമു ദഹ്റ വലാ അഫ്തിർ വലാ ഉഫ്തിർ, ഞാനിനി കാലം മുഴുവൻ നോമ്പെടുക്കും, നോമ്പില്ലാത്ത ഒരു ദിവസവും എന്നിലൂടെ കടന്നു പോവുകയില്ല. മൂന്നാമത്തെ വ്യക്തി പറയുന്നു, അന അഅ്തസിലു നിസാഅ ഫലാ അതസവ്വജു അബദ, ഞാൻ വിവാഹം കഴിക്കുകയില്ല, സ്ത്രീകളെ വിവാഹം കഴിക്കുകയില്ല. അങ്ങനെ അവർ 3 പേരും ആ തീരുമാനമെടുത്ത് തിരിച്ചു പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് വന്നു. ആയിഷ റളിയല്ലാഹു അൻഹ അവരെക്കുറിച്ച് റസൂലിനോട് പറയുകയാണ്. 3 ആളുകൾ വന്ന സംഭവം പറഞ്ഞു കൊടുത്തു. പിന്നീട് റസൂലുള്ള അവരെ കണ്ടപ്പോൾ റസൂലുള്ള അവരോട് ചോദിക്കുകയാണ്, അൻതുമുല്ലദീ ഖുൽതും കദാ വകദാ, നിങ്ങളാണോ ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ തീരുമാനങ്ങളൊക്കെ എടുത്ത ആളുകൾ? എന്നിട്ട് പറയുന്നു, അമ്മ വല്ലാഹി ഇന്നി ലഅഖ്ശാകും ലില്ലാഹി വഅത്ഖാകും ലഹ്, നിങ്ങളിൽ അല്ലാഹുവിനെ ഏറ്റവും നന്നായി ഭയപ്പെടുന്നവൻ, നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ളവൻ ഞാനാണ്. റസൂലുള്ള അവിടെ എന്താണ്? സ്വയം പ്രശംസിച്ച് പറയുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്?
തഖ്വയുള്ള ഏറ്റവും അള്ളാഹുവിനെ ഭയപ്പെടുന്ന എൻ്റെ മാർഗത്തിൽ പെട്ടതല്ല ഈ കാര്യങ്ങളൊന്നും എന്നവരെ ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ സ്വയം പ്രശംസിച്ച് പറയുകയാണ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, വല്ലാഹി അല്ലദീ ലാ ഇലാഹ ഗൈറുഹു, അല്ലാഹുവെ സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്, മാ ഉൻസിലത് സൂറത്തുൻ മിൻ കിതാബില്ലാ ഇല്ലാ അന അഅലമു ഐന ഉൻസിലത്. അല്ലാഹുവിന്റെ കിതാബിൽ ഒരു സൂറത്ത് അതെവിടെയാണ് അവതരിച്ചത് എന്ന് ഏറ്റവും നന്നായി അറിയുന്നവൻ അത് ഞാനാണ്. വലാ ഉൻസിലത് ആയത്തുൻ മിൻ കിതാബില്ലാഹി ഇല്ലാ അന അഅലമു ഫീമ ഉൻസിലത്. ഒരു ആയത്ത് അതേത് വിഷയത്തിലാണ് അവതരിച്ചിട്ടുള്ളത് എന്ന് ഏറ്റവും നന്നായി അറിയുന്നവൻ ഞാനാണ്. എന്നിട്ട് പറയുന്നു, വലൗ അഅലമു അഹദൻ അഅലമ മിന്നി ബികിതാബില്ലാഹി തുബല്ലിഗുഹുൽ ഇബ്ലു ലറകിബ്തു ഇലൈഹി. എന്നെക്കാൾ ഈ വിഷയത്തിൽ അറിവുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് യാത്ര ചെയ്തു പോകുമായിരുന്നു. അഥവാ അത്രയും ആരുമില്ല എന്ന നിലയ്ക്ക് അദ്ദേഹം എന്താക്കുകയാണ്, സ്വയം അദ്ദേഹം അറിയുന്ന കാര്യം അദ്ദേഹത്തിന്റെ ഇൽമിനെ കുറിച്ച് അദ്ദേഹം പറയുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെയുള്ള ആളുകൾ, കേൾവിക്കാർ ഇൽമ് അദ്ദേഹത്തിൽ നിന്ന് സ്വീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം തൻ്റെ ആ കാര്യം എടുത്തു പറയുകയാണ്. അതുപോലെ തന്നെയാണ് അമ്പിയാക്കന്മാരെല്ലാം അവർ തൻ്റെ സമൂഹത്തോട് പറഞ്ഞത് എന്താണ്? വഅന ലക്കും നാസിഹുൻ അമീൻ, ഞാൻ നിങ്ങളോട് ഗുണകാംക്ഷയുള്ളവനാണ് എന്നെല്ലാ പ്രവാചകന്മാരും അമ്പിയാക്കന്മാരും പറഞ്ഞതായി കാണാം. അവർ സ്വയം അവരെക്കുറിച്ച് പുകഴ്ത്തി പറയുകയാണ്. എന്നാൽ ഒരു വ്യക്തി അവൻ പുകഴ്ത്തി പറയുന്നത് മറ്റുള്ളവരുടെ മുൻപിൽ ഒരു പൊങ്ങച്ചത്തിന് വേണ്ടി, അത്തരത്തിലുള്ള ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയാണ് പറയുന്നതെങ്കിൽ അത് അനുവദിക്കപ്പെടുന്ന കാര്യമല്ല. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പറയാവുന്നതാണ്. ഉദാഹരണമായി ബിദ്അത്തിന്റെ ആളുകൾ അവരൊക്കെ ഒരുമിച്ച് കൂടി എന്ന് വിചാരിക്കുക. എന്നിട്ട് നമ്മൾ ബിദ്അത്തിന്റെ സുന്നത്തിന്റെ വക്താക്കൾ അവർ കുറച്ചാളുകളാണ് എന്ന് വിചാരിക്കുക. ആ സന്ദർഭത്തിൽ നമുക്ക് പറയാം, എന്താണ്, നമ്മൾ ഇന്ന കിതാബുകളൊക്കെ പഠിച്ചവരാണ്, അതുപോലെ ഇമാം ഷാഫിഈയുടെ അഖീദ പഠിച്ചവരാണ്, ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ അഖീദ പഠിച്ചവരാണ്, നമ്മൾ പഠിച്ച കിതാബുകൾ പറയാം, അതുപോലെ നമ്മൾ പഠിച്ച സ്ഥാപനങ്ങൾ പറയാം. ഇത്തരത്തിൽ അത് പറയുന്നത് കൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ അത് വിലക്കപ്പെട്ട കാര്യമല്ല എന്ന് മനസ്സിലാക്കുക. ഇതാണ് ഈ രണ്ട് വരികളിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങൾ. ഇൻഷാ അല്ലാഹ് ഇനി മൂന്നാമത്തെ വരി മുതലാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അഖീദയിലെ അതുപോലെ അഹ്ലുസുന്ന വൽ ജമാഅയുടെ ചില സുപ്രധാനമായ അടിസ്ഥാനങ്ങൾ പറയുന്നത്. എല്ലാ അടിസ്ഥാനങ്ങളും അദ്ദേഹം പറയുന്നില്ല, മറിച്ച് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ബിദ്അത്തിന്റെ കക്ഷികൾ അവർക്കുള്ള മറുപടിയാണിത്. അപ്പോൾ അവർ ആ ബിദ്അത്തിന്റെ കക്ഷികൾ ഏതൊക്കെയാണോ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ, ആ മസ്അലകൾ മാത്രമാണ് ഈ കവിതയിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ പഠിക്കുവാനും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ കവിത കുട്ടികൾ പഠിക്കുകയാണെങ്കിൽ അത് നല്ല കാര്യമാണ്. ആർക്കെങ്കിലും അറിയുമോ? അൽ ഖസീദത്തുൽ ലാമിയ 16 വരിയുള്ള കവിതയാണ്. യാ സായിലി അൻ മദ്ഹബി വഅഖീദതി റുസിഖൽ ഹുദാ മൻ ലിൽ ഹിദായതി യസ്അലു ഇസ്മഅ കലാമ മുഹഖഖിൻ ഫീ ഖൗലിഹി ലാ യൻസനി അൻഹു വലാ യതബദ്ദലു. നമ്മൾ ഓരോ ആഴ്ച എടുക്കുന്ന വരികൾ അത് പഠിച്ചാൽ മതി. നമുക്ക് എന്താകാം, കുറച്ച് കുറച്ച് പഠിച്ചു പോകാം. എൻ്റെ വിശ്വാസത്തെക്കുറിച്ച്, എൻ്റെ അഖീദയിലുള്ള എൻ്റെ നിലപാടിനെക്കുറിച്ച് എന്നോട് ചോദിക്കുന്നവനെ, ഹിദായത്ത് ചോദിക്കുന്നവന് അത് നൽകപ്പെടും. ഇസ്മ, നീ ശ്രദ്ധിച്ച് കേൾക്കണം. കലാമ മുഹഖഖിൻ ഫീ ഖൗലിഹി, തൻ്റെ വാക്കുകളിൽ നിലപാടുകളിൽ അങ്ങേയറ്റം പാണ്ഡിത്യമുള്ള ഒരാളുടെ സംസാരം നീ ശ്രദ്ധിച്ച് കേൾക്കണം. ലാ യൻസനി അൻഹു വലാ യതബദ്ദലു, ആ പറഞ്ഞ വാക്കുകൾ, ആ സംസാരങ്ങൾ അത് മാറ്റിത്തിരുത്തലുകൾ ഉണ്ടാവില്ല, മാറ്റിപ്പറയുകയില്ല. കാരണം ഇസ്ലാമിൻ്റെ അഖീദ അതിൻ്റെ സ്രോതസ് എന്താണ്? ഖുർആനും സുന്നത്തുമാണ്. അത് മാറ്റത്തിരുത്തലുകളില്ലാത്ത കാര്യമാണ്. അങ്ങനെ ഓരോ വരികളും പഠിക്കുകയും അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഫായിദകൾ, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നാം പഠിക്കേണ്ട അദബുകൾ അതുകൂടി ഇതിൻ്റെ കൂടെ പഠിച്ചു വെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.